ജറാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഏലക്ക പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇവിടെ എന്തൊക്കെ സ്വീറ്റ്സ് ഉണ്ടാക്കിയാലും അതിലൊക്കെ നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കാറുണ്ട്. ചായ ഉണ്ടാക്കുമ്പോൾ ചേർക്കും, അതുപോലെ കറികൾ ഉണ്ടാക്കുമ്പോഴും പായസം ഉണ്ടാക്കുമ്പോഴൊക്കെ ചേർക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1-2 ഏലക്ക എടുത്തോണ്ട് പോയി ചതച്ച് അതിനകത്ത് ഇടുക ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഏലക്ക പൊടിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് നമ്മൾ സ്റ്റോർ ചെയ്യാനും പറ്റും. ഒരുപാട് നാളിത് 8 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഫ്രിഡ്ജിലാണെങ്കിൽ അത്രയും സമയം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിതിവിടെ ഒരു പാനിൽ ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. വറുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. പക്ഷേ വേണമെങ്കിൽ ഇത് വെയിലത്ത് വെച്ച് നല്ലതായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ പാത്രത്തിൽ നമുക്കിത് വറുത്തെടുക്കണം. കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ വേഗം കരിഞ്ഞു പോവും. അപ്പോൾ സിം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചീനച്ചട്ടി നല്ല ചൂടായതിന് ശേഷം ഏലക്കായനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അകത്തിരിക്കുന്ന സീഡ്സും കൂടി നമുക്ക് ചൂടാക്കി എടുക്കണം. അപ്പോൾ സിം ഫ്ലെയിമിലിടുമ്പോൾ പതുക്കെ പതുക്കെ ചൂട് കയറും, പുറന്തോട് കരിയാതെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിം ഫ്ലെയിമിലിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വെയിലത്ത് നല്ല വെയിലുള്ള സമയത്ത് ഇതുപോലെ ഒരു വെയിലത്ത് നല്ലോണം ഒരു 2 ദിവസമൊക്കെ ഉണക്കിയെടുത്തതിന് ശേഷം അപ്പം തന്നെ ചൂടോടെ കൊണ്ടുവച്ച് പൊടിച്ചാലും ഇതേ ഇഫക്റ്റ് കിട്ടും. ഇങ്ങനെ ചെയ്താലും അതേ ഇഫക്റ്റ് തന്നെ കിട്ടും. ഇനി ഇതൊരു ചെറിയ ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. കാരണം പഞ്ചസാര ചേർത്താൽ ഒരു പെട്ടെന്ന് ആ ബ്ലേഡ് ഒന്ന് കറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പക്ഷെ നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ കൂടി പോകാതെ നോക്കണം. കാരണം നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൊടിയാണല്ലോ ഇത്. അപ്പോൾ ഏലക്കായ്ക്ക് പകരം പൊടി എടുത്തെടുപ്പോൾ അത് പഞ്ചസാര ഉണ്ടെങ്കിൽ അത് കറിയെ ബാധിക്കും. അപ്പോൾ അത് സൂക്ഷിച്ച് പഞ്ചസാര ചേർക്കണം, കൂടാതെ നോക്കണം. ഇപ്പോൾ ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് ശകലം പോലും അരിക്കേണ്ട ആവശ്യമില്ല. തണുത്തതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ജാറിനകത്തേക്ക് മാറ്റി വയ്ക്കാം. ഇത് 7-8 മാസം വരെ സുഖമായിട്ട് ഒരു കേടുമില്ലാതെ ഇരിക്കും. അപ്പോൾ ഇനി ഏലക്ക എടുത്ത് ഓരോ ഏലക്ക എടുത്ത് പൊടിച്ച് ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ പൊടിച്ച് വെച്ചാൽ കുക്കിംഗ് വളരെ ഈസിയാവും. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജറാനാസ് കിച്ചൺ. ബൈ ബൈ.